ഹലോ ഗൈസ്, വെൽക്കം ടു മേക്ക് സ്റ്റുഡിയോ. ചങ്കുപോലെ പിന്തുണയ്ക്കുന്നവർ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ എതിരെ തിരിഞ്ഞത് കണ്ട മത്സരങ്ങളായിരുന്നു കടന്നുപോയിട്ടുണ്ടായിരുന്നത്. 3 തുടർ പരാജയങ്ങളുടെ നടുവിൽ നിൽക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ഇവാൻ വുക്കോമനോവിച്ചിനെ പുറത്താക്കണമെന്നടക്കം ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ നിന്നും ശബ്ദമുയർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം ഇപ്പോൾ നിരാകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെല്ലാം എതിരായി ഇപ്പോൾ ചെന്നൈ പരിശീലകൻ രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈക്കെതിരെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത ഒരു ഗോളിന് തോൽവി അറിഞ്ഞത്. മത്സരശേഷം പ്രസ് മീറ്റിംഗിൽ ചെന്നൈ പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സിലെ പരിശീലകൻ ഇവാൻ വുക്കോമനോവിച്ചിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ സീസണിലെ എടുത്തു നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ താരങ്ങൾ പരിക്കിൻ്റെ പിടിയിലായി പോയിട്ടുണ്ടായിരുന്നത്. എഡ്രിയാൻ ലൂണ, ക്വാമി പെപ്ര, ഐബാൻ ഡോഗ്ലിൻ തുടങ്ങിയവർ പ്രമുഖർ മാത്രം. അങ്ങനെ ഒട്ടേറെ താരങ്ങളെ പരിക്കുമൂലം നഷ്ടപ്പെട്ട ഒരു ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അതും ISL ആദ്യ ഫേസിൽ മികച്ച പ്രകടനം പുറത്തെടുത്തുകൊണ്ട് ടേബിൾ ടോപ്പേഴ്സായി ഫിനിഷ് ചെയ്ത മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ചുകൊണ്ട് വന്ന കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഇത്രയധികം താരങ്ങൾ പരിക്കിൻ്റെ പിടിയിലേക്ക് പോകുമ്പോൾ ശരിക്കും പരിശീലകനെ സംബന്ധിച്ച് ടീമിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും, പ്ലാനുകൾ തിരുത്തേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ചിലത് പരാജയപ്പെടാം, ചിലത് വിജയിച്ചേക്കാം. അതോടൊപ്പം തന്നെ B ടീമിൽ നടക്കാം ജൂനിയർ താരങ്ങളെ വളർത്തിക്കൊണ്ട് വരേണ്ട വലിയൊരു ഉത്തരവാദിത്വം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ 3 തുടർ പരാജയങ്ങളുടെ നിലവിൽ നിൽക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ ആയിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ തകർത്തുവിട്ട ചെന്നൈ പരിശീലകൻ ഇവാൻ വുക്കോമനോവിച്ചിനെ ബ്ലാസ്റ്റേഴ്സിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴും സ്വന്തം ആരാധകർക്കിടയിൽ നിന്ന് ഇപ്പോഴും പരിശീലകനെതിരെ വിമർശനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്തുണയ്ക്കുന്നവർക്ക് വിമർശിക്കാനുള്ള അധികാരമുണ്ടെന്ന് പറയുമ്പോൾ പോലും ഇത്രയധികം പരിക്കുകളും മറ്റും മൂലം ഒരു കഷ്ടത അനുഭവിക്കുന്ന ടീമിനെതിരെ ഇങ്ങനെ വളരെ ദൗർഭാഗ്യകരമായ ഘട്ടത്തിലുള്ള കടന്നു പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ സ്വന്തം ആരാധകർ, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ 12th മാൻ ആർമി എന്ന് വിളിക്കുന്ന സ്വന്തം ആരാധക കൂട്ടായ്മ തന്നെയാണ്. അങ്ങനെ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ സ്വന്തം ആരാധകർ പോലും ചേരിതിരിഞ്ഞ് ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ടീമിൻ്റെ മറ്റുള്ള മത്സരങ്ങളിലേക്കുള്ള കോൺഫിഡൻസ് തന്നെയായിരിക്കും തകർന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായിട്ടുള്ള എഡ്രിയാൻ ലൂണ അടക്കമുള്ള താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം ആരാധകരോട് അഭ്യർത്ഥനയും നടത്തിയിട്ടുണ്ടായിരുന്നു.